അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2023 നടന്ന പൊതുപരീക്ഷയിലെ 5ാം ക്ലാസ്സിൽ നിന്നുള്ള ഫിഖഹിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പൊതുപരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം. ചോദ്യപേപ്പറിലെ ഒന്നാമത്തെ ഭാഗം ചേർത്തെഴുതുക എന്നതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ഭാഗം താഴെ കൊടുത്ത ചോദ്യങ്ങളിലേക്ക് ചേർത്ത് എഴുതുക എന്നതാണ്. നമുക്ക് ബ്രാക്കറ്റിലുള്ള ഭാഗം നോക്കാം. മുഗല്ലദ് കൊണ്ട് മലിനമായത്, ഖലാ, കറാഹത്ത്, മുസ്തഅമൽ, മുൻകൈ. ഇനി താഴെയുള്ള ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1. ചെയ്താൽ ശിക്ഷ ഇല്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും. ഉത്തരം കറാഹത്ത്. ചോദ്യം 2. ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കണം. ഉത്തരം ഖലാ. ചോദ്യം 3. ഫർളിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് പറയും. ഉത്തരം മുസ്തഅമൽ. ചോദ്യം 4. 7 തവണ കഴുകേണ്ട നജസാണ്. ഉത്തരം മുഗല്ലദ് കൊണ്ട് മലിനമായത്. ചോദ്യം 5. വുളൂഇൽ ഒരുമിച്ച് കഴുകേണ്ട അവയവം. ഉത്തരം മുൻകൈ. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ശരി അടയാളപ്പെടുത്താം എന്നതാണ്. ഓരോ ചോദ്യത്തിനും 3 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് ശരിയായ ഉത്തരത്തിന് ശരി എന്ന് അടയാളപ്പെടുത്തണം. ചോദ്യം 1. ചെവി രണ്ടും ഒരുമിച്ച് തടവൽ. അതിൻ്റെ ശരിയായ ഭാഗം സുന്നത്ത്. ചെവി രണ്ടും ഒരുമിച്ച് തടവൽ സുന്നത്ത്. ചോദ്യം 2. പല്ലിൽ നീളത്തിൽ മിസ്വാക്ക് ചെയ്യൽ കറാഹത്ത്. ചോദ്യം 3. പ്രസവശേഷം പുറപ്പെടുന്ന രക്തം. ഉത്തരം നിഫാസ്. ചോദ്യം 4. തയമ്മും സഹീഹാകാനുള്ള ഷർത്തുകൾ. ഉത്തരം 4. ചോദ്യം 5. സ്ത്രീകൾക്ക് സുന്നത്തില്ല. ഉത്തരം ബാങ്ക്. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ്. നമുക്ക് പൂർത്തിയാക്കിയ ഭാഗവും കൂടി നമുക്ക് നോക്കാം. ചോദ്യം 1. അഖാമഹല്ലാഹു വ അദാമഹ വ ജഅലനി മിൻ സാലിഹി അഹ്ലിഹാ. ചോദ്യം 2. ഉസല്ലി സുന്നത്ത സുബ്ഹി റകഅതൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലതി അദാഅൻ ലില്ലാഹി തആല. ചോദ്യം 3. ഇന്ന സ്വലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ചോദ്യം 4. റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ഒറ്റ വാക്കിൽ എഴുതാം എന്നതാണ്. ഉത്തരം ഒറ്റ വാക്കിൽ എഴുതണം. ചോദ്യം 1. ഖിയാമു റമളാനിൻ്റെ മറ്റൊരു പേര്. ഉത്തരം തറാവീഹ്. ചോദ്യം 2. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ശേഷമാണ് നിർവഹിക്കേണ്ടത്. ഉത്തരം ഖുതുബ. ചോദ്യം 3. ജംഉം ഖസ്റും അനുവദനീയമല്ലാത്ത നിസ്കാരം. ഉത്തരം സുബ്ഹ്. ചോദ്യം 4. ജമാഅത്ത് ഷർത്തുള്ള ഫർള് നിസ്കാരം. ഉത്തരം ജുമുഅ. ചോദ്യം 5. സകാത്തുൽ ബദനിൻ്റെ മറ്റൊരു പേര്. ഉത്തരം സകാത്തുൽ ഫിത്ർ. ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ്.
ചോദ്യം 1. സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ. ഉത്തരം: സക്കാത്ത് കൊടുക്കുന്ന സമയത്തോ അവ നീക്കിവെക്കുന്ന സമയത്തോ നിയ്യത്ത് ചെയ്യലും അവകാശികൾക്ക് കൊടുക്കലും. സക്കാത്ത് കൊടുക്കുന്ന സമയത്തോ അവ നീക്കിവെക്കുന്ന സമയത്തോ നിയ്യത്ത് ചെയ്യലും അവകാശികൾക്ക് കൊടുക്കലും. ചോദ്യം 2. നോമ്പ് ഹറാമായ ദിവസങ്ങൾ. ഉത്തരം: 2 പെരുന്നാൾ ദിവസം, അയ്യാമുത്ത തശ്രീഖ്, ശക്കിൻ്റെ ദിവസം എന്നീ ദിവസങ്ങളിൽ. 2 പെരുന്നാൾ ദിവസം, അയ്യാമുത്ത തശ്രീഖ്, ശക്കിൻ്റെ ദിവസം. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ചോദ്യം: ഹജ്ജിൻ്റെ മീക്കാത്തുകൾ. ഉത്തരം: യലംലം, ദുൽഹുലൈഫ, ജുഹഫ, ഖർനുൽ മനാസിൽ, ദാത്തു ഇർഖ്. ഒന്നുകൂടി നോക്കാം. യലംലം, ദുൽഹുലൈഫ, ജുഹഫ, ഖർനുൽ മനാസിൽ, ദാത്തു ഇർഖ്. ചോദ്യത്തിൻ്റെ 6ാമത്തെ ഭാഗം വേർതിരിച്ചു കള്ളികളിൽ എഴുതാം എന്ന്. ഇവിടെ ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്. ഫാത്തിഹ, ജുലൂസ്, വജ്ജഹ്തു, റുകൂഅ്, അത്തശഹുദുൽ അഖീർ, ഖുനൂത്ത്. ഇവകളെ ഖൗലിയായ ഫർള് ഏതാണ്, ഇതിൽ ഫിഅലിയായ ഫർള് ഏതാണ്, ഇതിൽ സുന്നത്ത് ഏതാണ് എന്ന് വേർതിരിച്ച് എഴുതണം. നമുക്ക് നോക്കാം. ഇതിൽ ഖൗലിയായ ഫർള് അത്തശഹുദുൽ അഖീറു, ഫാത്തിഹ. ഫിഅലിയായ ഫർള് റുകൂഅ്, ജുലൂസ്. സുന്നത്ത് ഖുനൂത്ത്, വജ്ജഹ്തു. അതിലെ 2ാമത്തെ ഭാഗം ബ്രാക്കറ്റിൽ നോക്കാം. വിദാഇൻ്റെ തവാഫ്, മുടി നീക്കൽ, അറഫയിൽ ഹാജറാവൽ, ജംറകളിൽ കല്ലെറിയൽ. ഇവയിൽ ഹജ്ജിൻ്റെ വാജിബാത്തുകൾ ഏതെല്ലാം, ഹജ്ജിൻ്റെ ഫർളുകൾ ഏതെല്ലാം എന്ന് വേർതിരിച്ച് എഴുതാനുള്ളതാണ്. നോക്കാം. ഹജ്ജിൻ്റെ വാജിബാത്തുകൾ: ജംറകളിൽ കല്ലെറിയൽ, വിദാഇൻ്റെ തവാഫ്. ഹജ്ജിൻ്റെ ഫർളുകൾ: മുടി നീക്കൽ, അറഫയിൽ ഹാജറാവൽ. ചോദ്യത്തിൻ്റെ 7ാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1. നോമ്പ് വാജിബാകും എപ്പോൾ? ഉത്തരം: ശഅബാൻ 30 പൂർത്തിയാവുകയോ റമളാൻ മാസപ്പിറവി കണ്ടതായി സ്ഥിരപ്പെടുകയോ ചെയ്താൽ. ശഅബാൻ 30 പൂർത്തിയാവുകയോ റമളാൻ മാസപ്പിറവി കണ്ടതായി സ്ഥിരപ്പെടുകയോ ചെയ്താൽ. ചോദ്യം 2. ധാന്യങ്ങളിൽ എന്തിനെല്ലാം സക്കാത്ത് കൊടുക്കണം? ഉത്തരം: സാധാരണ ഭക്ഷണമായി ഉപയോഗിക്കുന്നതിന്. ചോദ്യം 3. ജുമുഅ ആർക്കെല്ലാം വാജിബാകും? ഉത്തരം: സ്വതന്ത്രനും ജുമുഅയുടെ മഹല്ലിൽ താമസിക്കുന്നവനും ഉദ്ർ ഇല്ലാത്തവനുമായ എല്ലാ പുരുഷന്മാർക്കും. മുക്കല്ലഫും സ്വതന്ത്രനും ജുമുഅയുടെ മഹല്ലിൽ താമസിക്കുന്നവനും ഉദ്ർ ഇല്ലാത്തവനുമായ എല്ലാ പുരുഷന്മാർക്കും. ചോദ്യം 4. ജംഅ് 2 വിധം ഏതെല്ലാം? ഉത്തരം: ജംഉ തഖ്ദീം, ജംഉ തഅഖീർ. ജംഉ തഖ്ദീം, ജംഉ തഅഖീർ. ചോദ്യം 5. 2.5% സക്കാത്ത് നിർബന്ധമാണ് എന്തിനെല്ലാം? ഉത്തരം: സ്വർണം, വെള്ളി, അവയുടെ സ്ഥാനത്ത് നിൽക്കുന്ന നാണയങ്ങൾ. സ്വർണം, വെള്ളി, അവയുടെ സ്ഥാനത്ത് നിൽക്കുന്ന നാണയങ്ങൾ. പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പരീക്ഷയ്ക്ക് തയ്യാറായി നിൽക്കുക. പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.